അപ്പോൾ എല്ലാവരെയും ഓണാഘോഷത്തിന് ക്ഷണിക്കണം. സദ്യയുണ്ട്, ഓണക്കോടിയുണ്ട്, ഓണക്കോടിയുണ്ട് ഉറപ്പാണ്. ഈ കോർപ്പറേഷന് വേണ്ടി അധ്വാനിക്കുന്ന ഏകദേശം 4000-ഓളം പേരുണ്ട്, ജീവനക്കാരുണ്ട്. അതുപോലെ തന്നെ 101 കൗൺസിലർമാർക്ക് ഓണക്കോടി സമ്മാനം, ഓണക്കോടിയും ഓണക്കിറ്റും നൽകുകയാണ്. ഇതിന് കോർപ്പറേഷൻ്റെ ഫണ്ടോ അതോടൊപ്പം തന്നെ പ്ലാൻ ഫണ്ടോ ഒന്നും പ്രയോജനപ്പെടുത്തിയിട്ടില്ല. തനത് ഫണ്ടെടുത്ത് തരം കാര്യങ്ങൾ ചെയ്യാനുള്ള, അത് വികസന പ്രവർത്തനങ്ങൾക്ക് ചെയ്യാനുള്ളതാണല്ലോ. ഈ നഗരസഭയ്ക്ക് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആയിരക്കണക്കിന് ജീവനക്കാർ എല്ലാവരും കൂടി ഒരുമിച്ച് ചേരുമ്പോഴാണ് ഈ കോർപ്പറേഷൻ്റെ പ്രവർത്തനം വിജയകരമാക്കുന്നത്. അങ്ങനെ വിജയകരമായി പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നവർ ഒരുമിച്ച് ഓണം ആഘോഷിക്കുന്നു. നമസ്കാരം. കേരള ചരിത്രത്തിൽ ആദ്യമായി ഒരു നഗരസഭയുടെ തനത് ഫണ്ട് വിനിയോഗിക്കാതെ ഒരു ഓണാഘോഷം നടക്കാൻ പോവുകയാണ്. വേറെ എവിടെയുമല്ല, നമ്മുടെ തിരുവനന്തപുരം നഗരസഭയിലാണ്. മേയർ കെയർ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ്, അതിൻ്റെ ഫണ്ട് വിനിയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഓണാഘോഷം നടത്തുവാൻ മേയർ വി രാജേഷ് നിലവിലിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. വളരെ പ്രത്യേകതയോടുകൂടിയാണ് ഈ ഒരു ആഘോഷം സംഘടിപ്പിക്കുന്നത്. അതായത് കൗൺസിലർമാർക്കും ജീവനക്കാരും ഒക്കെ ആയിട്ട് നാളെ ഔദ്യോഗികമായിട്ട് കോർപ്പറേഷൻ്റെ ഓണാഘോഷമുണ്ട്. അതിനുശേഷം മറ്റന്നാൾ, അതായത് ശനിയാഴ്ച 22-ാം തീയതി നഗരസഭയിലെ മുഴുവൻ ജീവനക്കാർക്കും ഹരിതകർമ്മസേന അംഗങ്ങൾ ഉൾപ്പെടെ ഈ കോർപ്പറേഷന് വേണ്ടി അധ്വാനിക്കുന്ന ഏകദേശം 4000-ഓളം പേരുണ്ട്, ജീവനക്കാരുണ്ട്. അതുപോലെ തന്നെ 101 കൗൺസിലർമാർക്ക് ഓണക്കോടി സമ്മാനം, ഓണക്കോടിയും ഓണക്കിറ്റും നൽകുകയാണ്. ഇതിന് കോർപ്പറേഷൻ്റെ ഫണ്ടോ അതോടൊപ്പം തന്നെ പ്ലാൻ ഫണ്ടോ ഒന്നും പ്രയോജനപ്പെടുത്തിയിട്ടില്ല. എന്തായാലും പിന്നെ നഗരസഭയിലെ 4000 ജീവനക്കാർക്കും പിന്നെ നമ്മുടെ 101 കൗൺസിലർമാർക്കും വിതരണം ചെയ്യുന്നത് ഓണം ഒരുമിച്ച് ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. എന്തുകൊണ്ടാണ് നഗരസഭയുടെ തനത് ഫണ്ട് വിനിയോഗിക്കാത്തത്? അല്ല, തനത് ഫണ്ട് എടുത്ത് തരം കാര്യങ്ങൾ ചെയ്യാനല്ല, അത് വികസന പ്രവർത്തനങ്ങൾക്ക് ചെയ്യാനുള്ളതാണല്ലോ. അപ്പോൾ തനത് ഫണ്ടും പ്ലാൻ ഫണ്ടും ഒക്കെ വികസന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാനുള്ളതാണ്, ജനങ്ങളുടെ മറ്റ് ക്ഷേമ പ്രവർത്തനങ്ങൾ ഉപയോഗിക്കാനുള്ളതാണ്. ഇതൊരു ആഘോഷം എന്നുള്ള നിലയ്ക്ക് നഗരസഭയുടെ ഗുഡ് വിൽ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് CSR ഫണ്ട് പലതരത്തിലും ക്ഷേമ പ്രവർത്തനങ്ങൾ നൽകുവാൻ വേണ്ടി പല സ്ഥാപനങ്ങളും കമ്പനികൾക്കും തയ്യാറാണ്. അവർക്ക് അതിൻ്റെ ഉത്തരവാദിത്വമുണ്ട്. അതിനെ ഒരു കുടുംബം എന്നുള്ള നിലയ്ക്ക്, അതായത് ഇപ്പം കോർപ്പറേഷൻ എന്ന് പറയുമ്പോഴേക്കും ഒരു മേയറും പിന്നെ ഡെപ്യൂട്ടി മേയറും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും സെക്രട്ടറിയും കുറച്ച് ഓഫീസിനുള്ളിലെ സ്റ്റാഫും ചേരുന്നത് മാത്രമല്ലല്ലോ. ഈ നഗരസഭയ്ക്ക് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആയിരക്കണക്കിന് ജീവനക്കാർ എല്ലാവരും കൂടി ഒരുമിച്ച് ചേരുമ്പോഴാണ് ഈ കോർപ്പറേഷൻ്റെ പ്രവർത്തനം വിജയകരമാക്കുന്നത്. അങ്ങനെ വിജയകരമായി പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നവർ ഒരുമിച്ച് ഓണം ആഘോഷിക്കുന്നു. അതിൻ്റെ ഭാഗമായി അവർക്കെല്ലാം തന്നെ ഓണം ആഘോഷിക്കാനുള്ള കിറ്റും ഒരു ഓണക്കോടിയുമൊക്കെ കൊടുക്കുന്ന സന്തോഷകരമായ ഒരു ദിവസമാക്കി മറ്റന്നാൾ ഞങ്ങൾ മാറ്റും. അതോടൊപ്പം തന്നെ നാളെ മുഴുവൻ ജീവനക്കാരുടെയും കലാപരിപാടിയും ഓണസദ്യയും ഒക്കെ ആയിട്ട് ഒരു ദിവസം കോർപ്പറേഷൻ്റെ ഓഫീസിൽ ഒരുമിച്ച് കൂടും. എല്ലാവരും കിറ്റൊക്കെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അത് ഞങ്ങളുടെ പ്രവർത്തകർ ചെയ്യുന്നുണ്ട്, കൗൺസിലേഴ്സ് ചെയ്യുന്നുണ്ട്, ജീവനക്കാർ അതിൽ ഇടപെട്ടിട്ടുണ്ട്, വിവിധ സ്ഥാപനങ്ങൾ കിറ്റായിട്ട് തരുന്നുണ്ട്. എല്ലാം ഇന്ന് രാത്രിയോടുകൂടി അതിൻ്റെ തയ്യാറെടുപ്പുകൾ അണിയറയിൽ നടക്കുകയാണ്. ഓണക്കോടി എല്ലാവർക്കും ഉണ്ട്, 4000 ജീവനക്കാർക്കുണ്ട്, എല്ലാ ജീവനക്കാർക്കും ഉണ്ട്. അന്ന് വാർത്ത കവർ ചെയ്യുന്ന മാധ്യമപ്രവർത്തകർക്കുണ്ട്. കോർപ്പറേഷൻ കഴിഞ്ഞ അധ്യയന വർഷം ആരംഭിച്ചപ്പോഴേക്കും മേയർ കെയർ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 5000 കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ നൽകിയിരുന്നു. വളരെ വലിയ പ്രതികരണവും പിന്തുണയുമാണ് പൊതുസമൂഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്, പ്രത്യേകിച്ചും വിദ്യാർത്ഥികളുടെയും കുടുംബങ്ങളുടെയൊക്കെ ഭാഗത്തുനിന്നുണ്ടായത്. അതിൻ്റെ തുടർച്ചയായി മേയർ കെയർ പദ്ധതിയിൽ കോർപ്പറേഷൻ ജീവനക്കാരെയും കൗൺസിലർമാരെയും ഒക്കെ ഉൾപ്പെടുത്തുകയാണ്. അപ്പോൾ ഓരോരോ സാഹചര്യങ്ങളിലും അതാത് ഘടകങ്ങളിൽ പ്രവർത്തിക്കുന്നവരെ മേയർ കെയർ പദ്ധതി ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രയോജനം നൽകുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് വിവിധ സ്ഥാപനങ്ങൾ അവരുടെ CSR ഫണ്ടൊക്കെ ഉപയോഗിച്ച് സ്പോൺസർഷിപ്പായി നൽകുന്ന ഓണക്കിറ്റും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ഈ ഓണം ആഘോഷിക്കാൻ വേണ്ടി, ഒരുമിച്ച് ആഘോഷിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് എല്ലാ ജീവനക്കാർക്കും 101 കൗൺസിലർമാർക്കും ഓണക്കോടിയും ഓണക്കിറ്റും നൽകുന്നത്. മേയർ കെയർ പദ്ധതി ഉൾപ്പെടുത്തിയാണ് ഇക്കാര്യങ്ങൾ ചെയ്യുന്നത്. മേയർ കെയർ പദ്ധതി ഇതുപോലുള്ള സാഹചര്യങ്ങൾ ഇനിയും തുടരും. എന്തായാലും എല്ലാവർക്കും ഓണക്കോടിയും ഓണത്തോടനുബന്ധിച്ചുള്ള കിറ്റും നൽകും എന്നാണ് മേയർ വി രാജേഷ് ഇപ്പോൾ നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. അതിൻ്റെ ഒരുക്കങ്ങളെല്ലാം തന്നെ നഗരസഭയിൽ വളരെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.